ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക, അങ്കണവാടി ജീവനക്കാരുടെ വേതന വർധനയടക്കമുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പുത്തഞ്ചിറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ്ണ നടത്തി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി രാജലക്ഷ്മി കുറുമാത്ത് ഉദ്ഘാടനം ചെയ്തു. ഇത്തരത്തിൽ എന്നു മുതലാണ് ഇവർക്ക് തൊഴിലാളികളെ അതുപോലെ തന്നെ സമരമിരിക്കുന്നവരെയൊക്കെ പുച്ഛമായി തുടങ്ങിയത് എന്ന് പറയുമ്പോൾ ഇവരൊക്കെ ഇപ്പോൾ തൊഴിലാളി വർഗ പാർട്ടിയല്ല, അടിസ്ഥാന വർഗങ്ങളെ സ്നേഹിക്കുന്നവരല്ല, മറിച്ച് ഇവരൊക്കെ മുതലാളിത്തത്തിന്റെ അതുപോലെ തന്നെ കോർപ്പറേറ്റുകളുടെ വക്താക്കളായി മാറിയിരിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു മാറ്റം. കാരണം കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രതീക്ഷ അർപ്പിച്ച ആശമാർക്ക് നിരാശയായിരുന്നു ഫലം. 1 രൂപ പോലും അവരുടെ ഓണറേറിയത്തിൽ ഈ 700 രൂപ പ്രകടന പത്രികയിൽ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞ LDF സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. മറിച്ച് സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞ സർക്കാർ 100 കോടി രൂപയാണ് മന്ത്രിമാർക്ക് സഞ്ചരിക്കുവാൻ, വാഹനങ്ങൾ വാങ്ങാൻ നീക്കിവെച്ചിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി ഇല്ലേ? മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് VA നദീർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് S സാബു, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷൈല പ്രകാശൻ, TS ഷാജി, ആന്റണി പയ്യപ്പള്ളി, ജിജോ അരിക്കാടൻ, CK യുദി, സുഭാഷ് പനങ്ങാടൻ, VS അരുൺരാജ്, TK ജോണി, വാസന്തി സുബ്രഹ്മണ്യൻ, സുഭാഷ് ചെമ്പനാടൻ, KP പ്രജീഷ്, PC ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ഷൈജു അമ്പാട്ട്, ടോണി കണ്ണായി, ജോർജ് പട്ടേരി, ജോജു പയ്യപ്പള്ളി, PN സന്തോഷ്, വത്സൻ പണിക്കശ്ശേരി, സലാം അരിപ്പുറത്ത്, ജോസ് കാളിയങ്കര, അലി പിച്ചത്തറ, TK ജബ്ബാർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി.